അബുദാബിയിലെ തീരദേശ മേഖലയിലെ മത്സ്യബന്ധന വ്യവസായത്തിൽ ധാരാളം മലയാളികളും പണിയെടുക്കുന്നുണ്ട്. കഠിനാധ്വാനം വേണ്ടുന്ന ഈ മേഖല കഷ്ടപ്പാടിൻ്റെയും നേർക്കാഴ്ചയാണ്. അവർക്കൊപ്പം അമൃത ന്യൂസും ഒരു യാത്ര നടത്തി. വേനലിൻ്റെ കാഠിന്യം ഒഴിവാക്കിക്കൊണ്ട് പുറം കടലിലേക്കുള്ള യാത്ര ആരംഭിച്ചത് വെളുപ്പിനെ 3 മണിയോടെയായിരുന്നു. അബുദാബി ബുത്തീനിലെ ഹാർബറിൽ നിന്ന് മണൽത്തിട്ടകളും കൊച്ചു ദ്വീപുകളും മറികടന്ന് കടലിനെ കീറിമുറിച്ച് ബോട്ട് പുറം കടലിലേക്ക് നീങ്ങി. ഞങ്ങളിപ്പോൾ ഉൾക്കടലിലേക്ക് എത്തുകയാണ്. മത്സ്യബന്ധന തൊഴിലാളികൾ മീൻ പിടിക്കുന്നതിനായിട്ട് പ്രത്യേകം അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അവർക്ക് ലൈസൻസ് ഉള്ള സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ യാത്ര തുടരുന്നത്. കടലിൽ വൃത്താകൃതിയിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഇരുമ്പ് വലകൾ നിലാവെളിച്ചത്തിൽ ഏറെ ദൂരെ നിന്ന് തന്നെ കാണാൻ കഴിയുമായിരുന്നു. മീനുകളെ അകപ്പെടുത്താനുള്ള കെണികളാണ് ഈ വലയം. തുറന്നിരിക്കുന്ന ചെറിയ ഭാഗത്തുകൂടി അകത്ത് കടക്കുന്ന മീനുകൾക്ക് തിരിച്ച് വലയിൽ നിന്ന് പുറത്ത് കടക്കാനാകില്ല. അധികവും ചെറിയതരം മീനുകളാണ് ഈ കുടുക്കിൽപ്പെടുക. 2.5 മണിക്കൂർ നീണ്ട ഞങ്ങളുടെ യാത്ര ഇപ്പോൾ ഇവർ മീൻ പിടിക്കുന്ന നമ്മുടെ നാട്ടിലെ ചെമ്മീൻകെട്ട് പോലുള്ള വലിയ ഒരു പ്രദേശത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവരിനി ഇത് നിറയെ മീനുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് വേണ്ടിയിട്ട് 2 ദിവസം കൂടിയാണ് ഇവരിങ്ങോട്ട് വരുന്നത്. ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടി ഇവരിറങ്ങുകയാണ്, കൂടെ ഞങ്ങളും. വേലിയേറ്റ സമയത്തായിരുന്നു ഞങ്ങൾ ദ്വീപിൽ എത്തിയത്. വെള്ളം കൂടുതൽ ആയതിനാൽ ദ്വീപിലേക്ക് ബോട്ട് അടുപ്പിച്ച് അവിടെ ഇറങ്ങി. പിന്നീട് വെള്ളം താഴുന്നതിനായുള്ള കാത്തിരിപ്പായിരുന്നു. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മത്സ്യബന്ധന തൊഴിലാളികൾ വലകളുമായി മീൻകെണികൾക്കുള്ളിൽ പ്രവേശിച്ചു. കടലിനുള്ളിൽ കെട്ടിയിരിക്കുന്ന ഈ ഇരുമ്പ് വേലി കൊണ്ടുള്ള ഈ കെട്ടിനകത്ത് ഇവർ വല വിരിച്ച് ഇതിനകത്ത് മീൻ നിറഞ്ഞിരിക്കുകയാണ്. വല വിരിച്ച് മീൻ പോരുകയാണ് ഇവർ ചെയ്യുന്നത്. വലിയ വല ഉപയോഗിച്ച് ഒരു പ്രദേശമാകെ വളഞ്ഞ് മീനുകളെ വലയിലാക്കി വലിച്ച് ബോട്ടിൽ കയറ്റുന്ന ശ്രമകരമായ ജോലിയായിരുന്നു പിന്നീട്. മീനിന്റെ ലഭ്യത അനുസരിച്ച് 2-3 തവണ ഇങ്ങനെ വലയിടേണ്ടി വരും. ഏകദേശം 300ഓളം കിലോ മത്സ്യമാണ് കിട്ടിയത്. നെയ്സർ എന്ന് വിളിക്കുന്ന ഈ ചെറിയ മീനുകളാണ് ചൂടുകാലത്ത് ഇവിടെ കൂടുതൽ കിട്ടുന്നത്. കൂടാതെ മിയ, ഹാമൂർ തുടങ്ങിയവയും കിട്ടുന്നു. നുവാം എന്നറിയപ്പെടുന്ന തെരണ്ടി വർഗത്തിൽപ്പെട്ട ഏകദേശം 10 കിലോ വരുന്ന ഒരു പ്രത്യേകതരം മീനും വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഓക്കെ, നുവാം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ തിരണ്ടി പോലെ ഉള്ള ഒരു മീനാണിത്. ഏകദേശം 10-12 കിലോയോളം വരുന്നത്. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് വളരെ രുചികരമായ രീതിയിൽ പാകം ചെയ്തിരുന്ന ഈ മത്സ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിൻ്റെ പിന്നിൽ പാവപ്പെട്ട ഈ മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് വളരെയേറെയാണ്.
രാവിലെ 6 മണിയോടെ മത്സ്യബന്ധനം അവസാനിപ്പിച്ച് ഞങ്ങൾ കരയിലേക്ക് തിരിച്ചു. തണുപ്പ് കാലമാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിലെ പ്രത്യാശയുടെ ദിനങ്ങൾ. അക്കാലത്ത് മീനുകൾക്ക് പഞ്ഞമില്ല. ഉൾക്കടലിലെ വലവീശലിൽ ധാരാളം മീനുകൾ കിട്ടും. തണുപ്പ് കാലത്ത് വൈകിട്ട് 5 മണിയോടെ ഇവർ ഉൾക്കടലിലേക്ക് യാത്രയാവുകയും രാവിലെ 3 മണിയോടെ മീനുമായി തിരിച്ചെത്തുകയും ചെയ്യും. ഞാൻ 12 വർഷമായി ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഇവിടെ UAE ജോലി ചെയ്യണം. ഈ ചൂട് സമയം വരുമ്പോൾ ചെറിയ ഐറ്റം മീനാണ് ഇവിടെ കൂടുതൽ കിട്ടല്. അത് ഇവിടെ അറബികൾ പറയുന്ന നെയ്സർ, നമ്മുടെ നാട്ടിൽ അപൂർവമാണ് ഈ മീൻ കാണാറില്ല. പിന്നെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന തിരുത, ഇവിടെ അറബികൾ പറയും ബിയ, അത് ധാരാളം കിട്ടും ചൂട് സമയം വരുമ്പോൾ. തണുപ്പ് സമയം വരുമ്പോൾ ധാരാളം കിട്ടും അയക്ര. പിന്നെ ഇവിടെ ഒരു പ്രധാന മീനാണ് ആമൂർ, അതും കിട്ടും ചൂട് സമയത്തും തണുപ്പ് സമയത്തും ധാരാളം കിട്ടും. പ്രധാനമായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മീൻ തണുപ്പ് സീസണിൽ അയക്ര. മീൻ പിടിക്കാനായിട്ട് ഈ തണുപ്പ് വരുന്ന സമയമാണെങ്കിൽ നമ്മൾ വൈകുന്നേരം 5 മണിക്ക് വരും. രാത്രി ഒരു 2 മണി 1 മണി 12 മണിക്കൊക്കെ തിരിച്ചു ഇങ്ങോട്ട് വരും. ചൂട് സമയമാകുമ്പോൾ രാത്രി 3 മണിക്ക് വരും. കാലത്ത് 6 മണി പണി അവസാനിക്കും. ഈ മീന് ഞങ്ങൾ കാലത്ത് വന്ന് മീൻ എടുത്തു കഴിഞ്ഞ ദിവസം മീനയിൽ മാർക്കറ്റുണ്ട്, മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കാറാണ് പതിവ്. ചൂട് സമയമാകുമ്പോൾ അറബികൾ ധാരാളം കഴിക്കുന്ന മീനാവും. അടുത്ത തണുപ്പ് കാലത്തെ സമൃദ്ധി മുന്നിൽ കണ്ട് വറുതിയുടെ വേനൽക്കാലം ഇവർ തള്ളി നീക്കുന്നു. രാവിലെ 7:30 മണിയോടെ ഹാർബറിൽ ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ വേനൽ ചൂട് ശക്തമായി തുടങ്ങിയിരുന്നു. ഞങ്ങളെ കരയിലിറക്കി മീനുമായി മാർക്കറ്റ് ലക്ഷ്യമാക്കി അവർ യാത്ര തുടർന്നു.